നമുക്കിന്ന് ബീഫ് കറി ഉണ്ടാക്കിയാലോ. ആദ്യം നമുക്കിന്ന് അടുപ്പിലുണ്ടാക്കാം. ആദ്യം സവാളയും ചെറിയ ഉള്ളിയാണ് കൂടുതൽ എടുക്കണം. സവാള കുറച്ചെടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വരണ്ട് വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇടയ്ക്ക് പച്ചമുളക് ഇട്ട് കീറി ഉപ്പ് ഇട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മൂത്ത് നല്ല ബ്രൗൺ കളറായി നല്ല വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് തേങ്ങാക്കൊത്ത് കുലുകുനായിരുന്ന തേങ്ങാക്കൊത്ത് അതിലിട്ട് നമ്മൾ പായസത്തിന് അരിയും പോലെയാണ് നമ്മൾ അരിഞ്ഞിട്ടിരിക്കുന്നത്. അതുപോലെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല രീതിക്ക് വഴണ്ട് കിട്ടുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർക്കാം. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ ഉള്ളിയാണ് കൂടുതലും ബീഫിന് ടേസ്റ്റ്. സവാളയെക്കാളും ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് 4 ഫിസിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടാണ് വേവിക്കണം. അത് നമുക്ക് ഈ വെന്ത സവാളയിലും ചെറിയ ഉള്ളിയിലും കൂടെ നമുക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. അതിലുണ്ടായിരുന്ന വെള്ളമാണ്, നമ്മളല്ലാതെ വെള്ളം ഒഴിച്ചിട്ടില്ല. എന്നിട്ട് പൊടികൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി എന്നിവ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി 4 സ്പൂൺ വീതം ചൂടാക്കിയിട്ടൊന്ന് എടുക്കാം. എരിവിനാവശ്യത്തിന് മുളക് പൊടി എടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലായിടും ഒന്നായി. എന്നിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കാം. അപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് തിളച്ച് വറ്റി വരാകുമ്പോഴത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ടൊന്ന് വറ്റട്ടെ. അപ്പം കറിയിൽ നന്നായിട്ടൊന്ന് പിടിക്കുക. അപ്പം മല്ലിയില ഇട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കറി നല്ല സൂപ്പർ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ കറി അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. ഇനി കറി തിളയ്ക്കുന്നതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാവേ. അടുപ്പിലുണ്ടാക്കണോണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മൾ ഗ്യാസിലേക്കാളും കൂടുതൽ നല്ല ടേസ്റ്റാണ്. തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. തക്കാളി അതിൽ കിടന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് കറി റെഡിയാവും. അവസാനം കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അടുപ്പിൽ കിടന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. നല്ല വെള്ളമൊക്കെ വറ്റി അടുപ്പിലായതുകൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് വറ്റി വരും. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ബീഫ് വയ്ക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും നല്ല കോമ്പിനേഷൻ ഗോതമ്പ് പുട്ടും പപ്പടമാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.